അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് പരീക്ഷിക്കാം. ആരാണ് പരീക്ഷിച്ചത്? ഗുരുവായൂരപ്പൻ ഒരു ചെറിയൊരു അനുഭവം കൊടുത്തു ട്ടോ. ഹരേ കൃഷ്ണ. അമ്മയും ചേച്ചിയും ഞാനും ഗുരുവായൂർ പോയി. ആരാ എഴുതിയതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഇത് നടക്കുന്നത് ഞാനും ചേച്ചിയും പഠിക്കുന്ന സമയമാണ്. 9ലും 10ലാണ് പഠിക്കുന്നത്. അങ്ങനെ രാവിലെ അവിടെ എത്തി അമ്മ പായസത്തിനും എല്ലാത്തിനും ഷീട്ടാക്കാൻ ലൈനിൽ നിന്നിട്ടോ. ഞാനും ചേച്ചിയും കുറച്ച് മാറി നിന്നു. അപ്പോൾ മുന്നിൽ നിൽക്കുന്ന ആള് ആ കൗണ്ടറിൽ നിന്ന് ചില്ലറ വേണമെന്ന് പറഞ്ഞു. ചില്ലറ അവരുടെ കയ്യിലില്ല. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് വന്ന് ചില്ലറ ഉണ്ടോ എന്ന് ചോദിച്ചു. ഒരു 100 രൂപയാണ് കൊണ്ടുവന്നത്. ചേച്ചിയുടെ അടുത്ത് ചില്ലറ ഉണ്ട് കേട്ടോ. അപ്പോൾ ചേച്ചി പറഞ്ഞു, നമുക്ക് അമ്പലത്തിലകത്തേക്ക് പോകുമ്പോൾ നമുക്ക് വേണ്ട ചില്ലറ, അതുകൊണ്ട് കൊടുത്തില്ല കേട്ടോ. അപ്പോൾ അടുത്ത അമ്പലത്തിലുള്ള ജീവനക്കാരൻ അടുത്ത് വന്ന് ചോദിച്ചു, ചില്ലറ വേണോ എന്ന്. അന്ന് അവരുടെ നോട്ട് കൊടുത്താൽ ചില്ലറ തരുന്ന ഒരു ATM ഉണ്ട്. ആ ATMിൽ നിന്ന് 100 നോട്ടിന് മുഴുവൻ ചില്ലറ കൊടുത്താൽ ATMിന് മുകളിൽ വെച്ചാൽ നമുക്ക് ചില്ലറ തരും. അപ്പോൾ ചേച്ചി പറഞ്ഞു, നമുക്കൊരു 10 രൂപ കൊടുത്ത് ചില്ലറ വാങ്ങാം. രൂപ കൊടുത്ത് ATMിൽ 10 രൂപ കൊടുത്താൽ ചില്ലറ വരില്ല, അതിൻ്റെ ഹോള് അതിനനുസരിച്ചാണുള്ളത്. 10 രൂപ നോട്ട് കൊടുത്തു. അപ്പോൾ ചേച്ചി നല്ല വൃത്തിയുള്ള രൂപ നോട്ട് കൊടുത്തിട്ടോ. 2 പ്രാവശ്യം ATMിൽ വെച്ചു. ആ പ്രാവശ്യം ചില്ലറ വന്നില്ല. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ വലിയ ഫോട്ടോ മുന്നിൽ ഞാൻ കണ്ടു. അപ്പോൾ ചേച്ചിനോട് പറഞ്ഞു, ഭഗവാൻ നമ്മളെ ഓർത്തുട്ടോ. ആ ആൾക്ക് ചില്ലറ കൊടുക്കാൻ ചോദിച്ചില്ലായിരുന്നു, നമ്മൾ കൊടുത്തില്ലല്ലോ, ഭഗവാന് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ചിലപ്പം ഭഗവാൻ തന്നെ ചോദിച്ചതായിരിക്കും. നമുക്കൊന്ന് പരീക്ഷിച്ചൂലേ? നമുക്ക് ATMിൽ നിന്ന് ഭഗവാൻ ചില്ലറ തരുകയും ചെയ്തില്ല. എന്താ കഥ? ഇങ്ങനെയൊക്കെ അനുഭവങ്ങൾ ഉണ്ടാവില്ലേ? രസമുള്ള ഒരു അനുഭവമായിരുന്നു അല്ലേ? ചില്ലറ ചോദിച്ചാൽ കൊടുത്തില്ലേ, എന്നാൽ പിന്നെ ഞാനും ചില്ലറ ആയിരുന്നില്ല എന്ന് ഭഗവാൻ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള വ്യത്യസ്തമായ അനുഭവമാണ്. കോടാനുകോടി ഭക്തജനങ്ങളല്ലേ ഉള്ളത്. ഓരോരുത്തരുടെയും അനുഭവങ്ങൾ വളരെ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഒരു രസം തോന്നി, ഒരു സന്തോഷം തോന്നി. ഇങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ? നിങ്ങൾ അധികം കളിക്കാൻ നിൽക്കണ്ട കേട്ടോ. കയ്യിലിരിപ്പ് കുറച്ച് വികൃതിയായി തുടങ്ങിയാൽ ഭഗവാനൊന്ന് തിരിച്ചും വികൃതി കാണിക്കും. അത് തന്നെ, വേറെ ഒന്നും പറയാനില്ല. ഹരേ കൃഷ്ണ. വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം, ജോയിൻ ബട്ടണിലൂടെ വരണം. ഫേസ്ബുക്കിൻ്റെ കമൻറ്റ് ബോക്സിലാണ് ഡീറ്റെയിൽസ് ഉണ്ടാവുക. ഹരേ കൃഷ്ണ.